എല്ലാവർക്കും നമസ്കാരം. അനന്ത വീക്കെൻഡ് ഡയറിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഒത്തുചേരുന്ന ക്ലാസ് മുറി. ഇന്ത്യയിലെ ഒരു ക്ലാസ് മുറിയിലെ നിങ്ങളുടെ സീറ്റ് നിങ്ങളുടെ മാതാപിതാക്കളുടെ വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകരുത് എന്ന് നിങ്ങൾക്കറിയാമോ? 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച 2026 സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധിയുടെ കാതൽ ഇതാണ്. സെക്ഷൻ 12(1)(c) എന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊരു സാങ്കേതിക പദമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു വിപ്ലവകരമായ നിയമമാണ്. ഗവൺമെന്റിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാത്ത സ്വകാര്യ വിദ്യാലയങ്ങളിൽ, അതായത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സാമൂഹികമായ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമായി 25% സംവരണം ഈ നിയമം നിർബന്ധമാക്കുന്നു. ഇത് ഇപ്പോൾ വാർത്തകളിൽ നിറയാൻ കാരണം ഇത് കേവലം ഒരു ഔദാര്യമല്ലെന്നും മറിച്ച് സാമൂഹിക സംയോജനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു ഭരണഘടനാപരമായ തന്ത്രമാണെന്നും രാജ്യത്തെ പരമോന്നത കോടതി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞതാണ്. ഒരു തെരുവോര കച്ചവടക്കാരന്റെ കുട്ടിയും ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ കുട്ടിയും ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ലാസ് മുറി സങ്കല്പിക്കുക. ഇതിനെയാണ് പദവിയിലെ സമത്വം എന്ന് വിളിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണെന്ന് ചില വിമർശകർ കരുതുന്നുണ്ടെങ്കിലും ആർട്ടിക്കിൾ 21A പ്രകാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശം നടപ്പാക്കുന്നതിൽ സ്വകാര്യ സ്കൂളുകൾ സുപ്രധാന പങ്കാളികളാണെന്ന് കോടതി വ്യക്തമാക്കുന്നു. നിയമങ്ങൾക്കപ്പുറം ഇത്തരം മിശ്രിത ക്ലാസ് മുറികൾ വിദ്യാർത്ഥികളിൽ ഔദാര്യം വളർത്താനും സാമൂഹിക വിവേചനം കുറയ്ക്കാനും സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ബന്ധങ്ങളുടെയും കഴിവുകളുടെയും ശൃംഖലയായ സാമൂഹിക മൂലധനം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. യൂണിഫോമിനോ പുസ്തകങ്ങൾക്കോ ഉള്ള മറഞ്ഞിരിക്കുന്ന ചെലവുകൾ പോലുള്ള വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഈ പ്രക്രിയയെ കൂടുതൽ സുതാര്യമാക്കുന്നുണ്ട്. അതിനാൽ പശ്ചാത്തലത്തേക്കാൾ ഉപരിയായി യോഗ്യതയ്ക്കും സൗഹൃദത്തിനും പ്രാധാന്യമുള്ള ഒരു ഭാവിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ സമത്വം ക്ലാസ് മുറിയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു സ്കൂളിലെ അന്തരീക്ഷമാണോ ഒരു വിദ്യാർത്ഥിയെ കൂടുതൽ മാറ്റുന്നത്, അതോ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടമാണോ സ്കൂളിനെ മാറ്റുന്നത്? മധ്യേഷ്യയുടെ കവചം SCOയെ കുറിച്ച് മനസ്സിലാക്കാം. ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മുടെ പ്രാദേശിക സുരക്ഷയുടെ ഭാവി തീരുമാനിക്കാൻ അടുത്തിടെ യോഗം ചേർന്ന വിവരം നിങ്ങൾക്കറിയാമോ? 2026 ഏപ്രിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കേക്കിൽ വെച്ച് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനോടുള്ള സീറോ ടോളറൻസ്, അതായത് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നയത്തിനായി ഇന്ത്യ ഈ വേദിയിൽ ശക്തമായി വാദിച്ചു എന്നത് വലിയ വാർത്തയാണ്. പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക ബന്ധങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2001 രൂപീകരിച്ച ഒരു സ്ഥിരം സംഘടനയാണ് SCO. അവർ 3 തിന്മകൾ എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഭീകരവാദം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം എന്നിവയെ ലക്ഷ്യം വെക്കുന്നു. ഇവയെ നേരിടാൻ ഉസ്ബെക്കിസ്ഥാൻ കേന്ദ്രമായ RATS, റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ എന്ന പ്രത്യേക വിഭാഗം ഇവർക്കുണ്ട്. ഉച്ചകോടിയിൽ നല്ല ഭീകരരെന്നോ ചീത്ത ഭീകരരെന്നോ ഇല്ലെന്ന ഇന്ത്യ ഊന്നി പറഞ്ഞു. ഒപ്പം അന്താരാഷ്ട്ര സുരക്ഷയിലെ ഇരട്ടത്താപ്പുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ലോകം ഒരു കുടുംബമാണ് എന്നർത്ഥം വരുന്ന വസുധൈവ കുടുംബകം എന്ന പുരാതന തത്വശാസ്ത്രത്തെ മുൻനിർത്തി അധികാര തർക്കങ്ങളെക്കാൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും പരസ്പര ബഹുമാനത്തിനും മുൻഗണന നൽകുന്ന ഒരു ചിട്ടയായ ലോകക്രമത്തിനായി ഇന്ത്യ നിലകൊണ്ടു. നമുക്ക് സമാധാനപരമായ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രയധികം അതിർത്തികളുള്ള ഒരു ലോകത്തിന് യഥാർത്ഥത്തിൽ ഒരൊറ്റ കുടുംബമായി പ്രവർത്തിക്കാൻ കഴിയുമോ? വ്യവസായ ലോകത്തിന്റെ നാഡീമിടിപ്പ്. വ്യവസായ ഉൽപാദനത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു രാജ്യത്തിന്റെ സമ്പൂർണ്ണ വ്യവസായ മേഖലയുടെ ആരോഗ്യം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനായി നമ്മൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഥവാ IIP ആണ് ഉപയോഗിക്കുന്നത്. ഫാക്ടറികൾ, ഖനികൾ, വൈദ്യുതി ദാതാക്കൾ എന്നിവർക്കുള്ള പ്രതിമാസ റിപ്പോർട്ട് കാർഡ് പോലെ ഇതിനെ കരുതാം. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം വ്യവസായ വളർച്ച 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4.1% എത്തിയതിനാൽ IIP ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച പടിഞ്ഞാറൻ ഏഷ്യൻ പ്രതിസന്ധിക്ക് ശേഷമുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആദ്യ ചിത്രമാണിതെന്നതിനാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വ്യവസായങ്ങളെ മാനുഫാക്ചറിംഗ്, മൈനിങ്, ഇലക്ട്രിസിറ്റി എന്നിങ്ങനെ തിരിക്കുന്ന സെക്ടറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുന്നു. ഖനന മേഖല 5.5% കരുത്തോടെ നിന്നപ്പോൾ വൈദ്യുതി മേഖലയിലെ വളർച്ച കുത്തനെ ഇടിഞ്ഞു. ഉൽപ്പന്നങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും നോക്കാൻ നമ്മൾ യൂസ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്
മറ്റ് സാധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വലിയ യന്ത്രങ്ങളായ ക്യാപിറ്റൽ ഗുഡ്സ് 29 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 14.6% എത്തി. ഇതിനർത്ഥം ബിസിനസ്സുകൾ ഇപ്പോഴും ഭാവിയിൽ നിക്ഷേപം നടത്തുന്നു എന്നാണ്. എന്നിരുന്നാലും നിങ്ങൾ വീട്ടിൽ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടുന്ന കൺസ്യൂമർ നോൺ ഡ്യൂറബിൾ മേഖല വളരെ ദുർബലമായിരിക്കുന്നു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം പ്രകൃതിവാതകം, പെട്രോളിയം എന്നിവയുടെ വിതരണത്തിലുണ്ടായ കുറവും ഉയർന്ന ഊർജ്ജ ചെലവുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. മാർച്ച് മാസത്തിലെ കണക്കുകൾ ആഘാതത്തിന്റെ തുടക്കം മാത്രമാണെന്നും അടുത്ത പാദത്തിൽ ഇതിന്റെ പൂർണ്ണമായ ആഘാതം ഉണ്ടായേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ ആശങ്കപ്പെടുന്നു. ഫാക്ടറി മേധാവികളുടെ മനോഭാവം അളക്കുന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് അഥവാ PMI ഇപ്പോഴും വളർച്ചാ മേഖലയിലാണെങ്കിലും മുന്നോട്ടുള്ള പാത വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നിക്ഷേപം കൂടുതലാണെങ്കിലും ആളുകൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നത് കുറവാണെങ്കിൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? പോംപെയുടെ മുഖം വീണ്ടും കണ്ടെത്തുന്നു. ഏകദേശം 2000 വർഷത്തോളം അഗ്നിപർവ്വത ചാരത്തിനടിയിൽ മരവിച്ചുപോയ ഒരു നഗരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇതാണ് പോംപെയ്. ക്രിസ്തുവർഷം 79 വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ പൂർണ്ണമായും അടക്കം ചെയ്യപ്പെട്ട പുരാതന റോമൻ നഗരം. ചരിത്രപരമായ ഈ ദുരന്തം ഇപ്പോൾ വീണ്ടും ആഗോള ശ്രദ്ധയിൽ വരാൻ കാരണം പുരാവസ്തു ഗവേഷകർ ആദ്യമായി ഒരു ഇരയുടെ മുഖം പുനർനിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ചു എന്നതാണ്. അസ്ഥികൂടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും പുരാവസ്തു കണ്ടെത്തലുകളും അത്യാധുനിക അൽഗോരിതങ്ങൾക്ക് നൽകിക്കൊണ്ട് ഗവേഷകർ പുരാതന അസ്ഥികളും ജീവനുള്ള ചരിത്രവും തമ്മിലുള്ള അകലം കുറച്ചു. നഗരത്തിന്റെ തെക്കേ കവാടത്തിന് സമീപം കണ്ടെത്തിയ ഒരു മുതിർന്ന പുരുഷന്റെ അവശിഷ്ടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ കണ്ടെത്തൽ. അദ്ദേഹം വെറുതെ ഓടുകയായിരുന്നില്ല. വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു കവചമായി അദ്ദേഹം തന്റെ തലയ്ക്ക് മുകളിൽ ഒരു ടെറാക്കോട്ട മോർട്ടാർ, അതായത് സാധനങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന കടുപ്പമേറിയ മൺപാത്രം പിടിച്ചിരുന്ന നിലയിലാണ് കണ്ടെത്തിയത്. പാറകളുടെ പാളികളെ കുറിച്ചുള്ള പഠനമായ സ്ട്രാറ്റിഗ്രഫി അടിസ്ഥാനമാക്കി അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ 2ാം ദിവസം കല്ലുകൾ വർഷിച്ചപ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. തന്റെ പാത്രത്തോടൊപ്പം ഒരു ചെറിയ വിളക്കും 10 വെങ്കല നാണയങ്ങളും അദ്ദേഹം കരുതിയിരുന്നു. ഇത് മനുഷ്യർ അവരുടെ അവസാന നിമിഷങ്ങളിൽ എന്തിനെയൊക്കെ വിലമതിച്ചു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളെ കുറിച്ചുള്ള പഠനമായ ക്ലാസിക്കൽ സ്റ്റഡീസിനെ മ്യൂസിയങ്ങളിലെ നിശ്ചല ദൃശ്യങ്ങളിൽ നിന്ന് ഇമ്മേഴ്സീവ് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗിലേക്ക് മാറ്റുന്ന ഒരു സുപ്രധാന ചുവടുവെപ്പാണ് AI-യുടെ ഈ ഉപയോഗം. പുനർനിർമ്മിക്കപ്പെട്ട ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ ചരിത്രം എന്നത് വെറും തീയതികൾ മാത്രമല്ല, മറിച്ച് ജീവിക്കുകയും ഭയപ്പെടുകയും അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത യഥാർത്ഥ മനുഷ്യരെ കുറിച്ചാണെന്ന് നമ്മൾ ഓർക്കുന്നു. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതനായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ കൂടെ കരുതുന്ന ആ ഒരു വസ്തു ഏതായിരിക്കും? മഹത്തായ മടക്കയാത്ര. മോഷണം പോയ ചരിത്രം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഒരു നിധിശേഖരം കണ്ടെത്തുന്നത് സങ്കല്പിക്കുക. പക്ഷേ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം നമ്മുടെ നഷ്ടപ്പെട്ട ചരിത്രമാണ് നാം കണ്ടെത്തുന്നത്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിലെ വലിയൊരു വിജയമായി ഏകദേശം $14 ദശലക്ഷം വിലമതിക്കുന്ന 657 പുരാവസ്തുക്കൾ US അധികൃതർ ഇന്ത്യക്ക് കൈമാറി. സുഭാഷ് കപൂർ, നാൻസി വീനർ തുടങ്ങിയവർ നയിച്ചിരുന്ന ആഗോള ട്രാഫിക്കിംഗ് നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള ദീർഘകാല അന്വേഷണങ്ങളുടെ ഫലമാണ് ഈ മടക്കയാത്ര. 3 ഘട്ടങ്ങളിലായാണ് ഇവ തിരികെ ലഭിച്ചത്. 2024 അവസാനത്തോടെ 612 എണ്ണം ലഭിച്ചുകൊണ്ട് ആരംഭിച്ച് ഈ ചൊവ്വാഴ്ച അവസാനത്തെ 19 എണ്ണം കൂടി എത്തിയതോടെ അത് പൂർത്തിയായി. തിരികെ ലഭിച്ച ഈ നിധികളിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള അതിമനോഹരമായ ഒരു ചുവന്ന മൺകല്ലിൽ തീർത്ത ബുദ്ധ പ്രതിമയുണ്ട്. ഇതിന് മാത്രം $7.5 ദശലക്ഷം വില വരും. സംരക്ഷണത്തെയോ ഭയമില്ലായ്മയെയോ സൂചിപ്പിക്കുന്ന അഭയമുദ്രയിൽ വലതുകൈ ഉയർത്തി നിൽക്കുന്ന ബുദ്ധനെ ഇതിൽ കാണാം. മുൻപ് നടന്ന കൊള്ളയടിക്കൽ കാരണം പ്രതിമയുടെ പാദങ്ങൾ തകരുകയും തലയ്ക്ക് പിന്നിലെ പ്രഭാവലയം അഥവാ ഹാലോ കഷ്ണങ്ങളാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രതിമ ഇന്നും സമാധാനത്തിന്റെ ശക്തമായ പ്രതീകമായി നിലകൊള്ളുന്നു. മറ്റൊരു പ്രധാന പുരാവസ്തു ബുദ്ധമതത്തിലെ കരുണയുടെ പ്രതീകമായ അവലോകിതീശ്വരന്റെ വെങ്കല പ്രതിമയാണ്. ഈ ശില്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നിർമ്മിച്ചത് സിർപൂരിലെ ദ്രോണാദിത്യൻ എന്ന കലാകാരനാണെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആധുനിക റായ്പൂരിനടുത്തുള്ള പ്രശസ്തമായ ഒരു ചരിത്ര സ്ഥലത്തു നിന്നാണ് ഇത് വന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ തിരിച്ചറിവുകൾ വെറും പണത്തിന്റെ മൂല്യമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്നതും
നമ്മുടെ പൈതൃകം അതിജീവിച്ച് ജനിച്ച മണ്ണിൽ തന്നെ നിലനിൽക്കേണ്ടതാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. കടൽ കടന്നുള്ള ഈ യാത്രയെക്കുറിച്ച് ഈ പ്രതിമകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പുരാതന ഇന്ത്യൻ കരകൗശല വിദ്യയുടെ ഏത് രഹസ്യങ്ങളായിരിക്കും അവ നമുക്ക് വെളിപ്പെടുത്തി തരിക? നീതി ഡിജിറ്റൽ ആണോ അതോ യാഥാർത്ഥ്യമോ? നിങ്ങൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കുമോ അതോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമോ? അടുത്തിടെ ഒരു യാത്രക്കാരനും ഒരു നടിയും ഉൾപ്പെട്ട ഒരു മാനനഷ്ട കേസ് മറ്റൊരാൾ തന്റെ സൽപ്പേരിന് അന്യായമായി കളങ്കമുണ്ടാക്കി എന്ന് ഒരാൾ അവകാശപ്പെടുന്ന നിയമ നടപടി കൈകാര്യം ചെയ്യവേ ഡൽഹി ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി. ആളുകളെ പരസ്യമായി അപമാനിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ വിജിലൻസിലേക്ക് നയിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. എന്താണ് ഈ വിജിലൻറ്റിസം? സാധാരണയായി വിജിലൻറ്റിസം എന്നാൽ സാധാരണ പൗരന്മാർ നിയമം കയ്യിലെടുക്കുന്നതാണ്, ലൈസൻസ് ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോയെ പോലെ. ഡിജിറ്റൽ ലോകത്ത് പരസ്യമായ അപമാനത്തിലൂടെയും ഡോക്സിംഗിലൂടെയും, അതായത് ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ സ്വകാര്യ വിവരങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ആളുകൾക്ക് ശിക്ഷ നൽകാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നീതി നൽകാൻ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ വളരെ സാവധാനത്തിലാണെന്നോ അല്ലെങ്കിൽ പക്ഷപാതപരമാണെന്നോ ഉള്ള കൂട്ടായ നിസ്സഹായത മൂലമാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. മീടു പോലുള്ള പ്രസ്ഥാനങ്ങൾ പലരെയും തുറന്നു പറയാൻ സഹായിച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ലെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഇതൊരു മീഡിയ ട്രയലിലേക്ക് നയിച്ചേക്കാം. ഇവിടെ ഒരു ജഡ്ജി വസ്തുതകൾ പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ പൊതുജനം ഒരാളെ കുറ്റവാളിയായി വിധിക്കുന്നു. ഇത് ഓരോ വ്യക്തിക്കും നീതിപൂർവമായ വിചാരണയ്ക്ക് അവകാശമുണ്ടെന്ന് ഉറപ്പാക്കുന്ന സ്വാഭാവിക നീതി എന്ന നിയമതത്വത്തിന് വിരുദ്ധമാണ്. നിയമത്തെ മറികടന്ന് തെളിവുകളില്ലാത്ത ജീവിതങ്ങൾ തകർക്കുന്നതിനെ നമുക്ക് ശരിക്കും നീതി എന്ന് വിളിക്കാനാകുമോ എന്നതാണ് വലിയ ചോദ്യം. നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഡിജിറ്റൽ ജഡ്ജിമാരും ജൂറികളുമായി മാറേണ്ടി വരുമായിരുന്നു. ആരോഗ്യ ഇൻഷുറൻസും യാഥാർത്ഥ്യവും ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലെ വിട്ടുപോയ കണ്ണി. ഇന്ത്യയിലെ പകുതിയോളം ആളുകൾ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിലാണെന്നും എന്നിട്ടും രോഗം വരുമ്പോൾ ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാമോ? 2025 നടന്ന ഹൗസ് ഹോൾഡ് സോഷ്യൽ കൺസെപ്ഷൻ ഹെൽത്ത് സംബന്ധിച്ച ഏറ്റവും പുതിയ നാഷണൽ സാമ്പിൾ സർവേ 80ാം റൗണ്ടിന്റെ കാതൽ ഈ വൈരുദ്ധ്യമാണ്. ഈ ഡാറ്റ ഇപ്പോൾ വാർത്തകളിൽ നിറയാൻ കാരണം പരിരക്ഷ, അതായത് ഒരു ഇൻഷുറൻസ് കാർഡ് കൈവശം വെക്കുന്നതും പരിചരണം, അതായത് യഥാർത്ഥത്തിൽ താങ്ങാവുന്ന നിരക്കിൽ ചികിത്സ ലഭിക്കുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇത് വെളിപ്പെടുത്തുന്നു എന്നതിനാലാണ്. ഇത് മനസ്സിലാക്കാൻ PMJAY പോലുള്ള ഗവൺമെന്റ് ഫിനാൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ നമ്മൾ പരിശോധിക്കണം. പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ആശുപത്രി ചികിത്സ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത നികുതി പണം ഉപയോഗിച്ചുള്ള പദ്ധതികളാണിവ. 2017 മുതൽ ഇൻഷുറൻസ് എൻറോൾമെന്റ് 2.5 ഇരട്ടിയിലധികം വർദ്ധിച്ചെങ്കിലും യഥാർത്ഥ ആശുപത്രിവാസത്തിന്റെ നിരക്ക് അത്രത്തോളം ഉയർന്നിട്ടില്ല. പകരം ആളുകൾ വൻതോതിൽ സ്വകാര്യ ചികിത്സയെ ആശ്രയിക്കുന്നതായാണ് കാണുന്നത്. പൊതു ആശുപത്രികളെക്കാൾ കൂടുതൽ ആളുകൾ സ്വകാര്യ ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ ഇവിടെയാണ് ചതിക്കുഴി. നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് നേരിട്ട് നൽകേണ്ടി വരുന്ന തുകയായ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇരട്ടിയായി വർദ്ധിച്ചു. മരുന്നുകൾക്കും പരിശോധനകൾക്കുമായുള്ള അധിക നിരക്കുകൾ കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു ആശുപത്രിവാസത്തിന് ശരാശരി 30,000 രൂപയിലധികം ചിലവ് വരുന്നുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ ഏറ്റവും പാവപ്പെട്ട വിഭാഗങ്ങളെക്കാൾ കൂടുതൽ ഈ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നത് താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യമുള്ള കുടുംബങ്ങളാണെന്ന് കാണാം. ഇത് ഒരു സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അതായത് സർക്കാർ തങ്ങളുടെ ആരോഗ്യ ബഡ്ജറ്റിനെ വലിയൊരു ഭാഗം പൊതു ആശുപത്രികൾ നിർമ്മിക്കുന്നതിന് പകരം ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കായി ചെലവഴിക്കുന്നു. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന സംവാദത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് പണം നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത മാതൃക വേണോ അതോ പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികൾ പോലുള്ള പൊതു സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടായിട്ടും ഒരു മെഡിക്കൽ എമർജൻസി സമയത്ത് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്നത് തടയാൻ അതിന് കഴിയുന്നില്ലെങ്കിൽ ആ സംവിധാനം യഥാർത്ഥത്തിൽ പൗരന്മാരെ സംരക്ഷിക്കുന്നുണ്ടോ? ആഴക്കടലിലെ രഹസ്യം. പ്രകൃതിയുടെ ധീരമായ കണ്ണുകൾ. സൂര്യപ്രകാശം ഏൽക്കുന്ന ആഴം കുറഞ്ഞ കടൽ തീരങ്ങളിലൂടെ ഒഴുകി നടക്കുമ്പോൾ ചിമ്മാതെ നോക്കുന്ന 2 വലിയ കണ്ണുകൾ നിങ്ങളെ തന്നെ തുറിച്ചു നോക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ. അവ യഥാർത്ഥത്തിൽ
കണ്ണുകളല്ല, മറിച്ച് ഐസ് പോട്ടുകൾ എന്ന് വിളിക്കുന്ന ഒരു കൗശലകരമായ ജൈവിക വിദ്യയാണ്. കരയിലെ ചിത്രശലഭങ്ങളെയും പക്ഷികളെയും പോലെ ബാറ്റോയിഡിയ വിഭാഗത്തിൽപ്പെട്ട സ്കേറ്റുകൾ, തിരണ്ടികൾ തുടങ്ങിയ നിരവധി സമുദ്രജീവികൾ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ബോൾഡ് ആയ വൃത്താകൃതിയിലുള്ള അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. സ്റ്റോക്ക്ഹോം സർവകലാശാലയിലെ ഗവേഷകർ നേച്ചർ ഇക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം എന്തുകൊണ്ടാണ് ഈ വ്യാജ കണ്ണുകൾ ചില ജീവിവർഗങ്ങളിൽ കാണപ്പെടുകയും മറ്റുള്ളവയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. വേട്ടക്കാരും ഇരകളും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടത്തെ വിവരിക്കുന്ന പരിണാമമായ മത്സരയോട്ടം എന്ന പ്രതിഭാസത്തെ ഈ പഠനം എടുത്തു പറയുന്നു. ഈ ഐസ് പോട്ടുകൾ യാദൃശ്ചികമായി ഉണ്ടായതല്ല, മറിച്ച് കൃത്യമായ ഒരു പകരത്തിന് പകരമെന്ന നിലയിലുള്ള മാറ്റമാണെന്ന് ഗവേഷണം കണ്ടെത്തി. വിഷമുള്ള വാൽമുള്ള് അല്ലെങ്കിൽ ഷോക്ക് നൽകാൻ ശേഷിയുള്ള വൈദ്യുതീയ അവയവങ്ങൾ പോലുള്ള ശക്തമായ ആയുധങ്ങൾ ഉള്ള ജീവിവർഗങ്ങൾ ഇത്തരം വിചിത്രമായ പാറ്റേണുകൾക്കായി സമയം കളയാറില്ല. പകരം ആഴം കുറഞ്ഞ വെള്ളത്തിൽ 200 മീറ്റർ താഴെ ജീവിക്കുന്ന ആയുധങ്ങളില്ലാത്ത ചെറിയ ജീവിവർഗങ്ങളാണ് ഈ ദൃശ്യ സൂചനകളെ ആശ്രയിക്കുന്നത്. വെളിച്ചമുള്ള ഈ ചുറ്റുപാടുകളിൽ ഐസ് പോട്ടുകൾ ഒരു വ്യക്തമായ അടയാളമായി പ്രവർത്തിക്കുന്നു. ഇത് വേട്ടക്കാരനെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇര താൻ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വളരെ വലുതും അപകടകാരിയുമാണെന്ന് അവനെ തെറ്റിദ്ധരിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതാണ്. രസകരമെന്നു പറയട്ടെ, ഈ അടയാളങ്ങൾ പെട്ടെന്നൊരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. അവ ലളിതമായ പുള്ളികളായി തുടങ്ങി സാവധാനം ഇന്നത്തെ സങ്കീർണമായ വൃത്തങ്ങളായി മാറുന്ന ഒരു ഘട്ടം ഘട്ടമായ പരിണാമം പിന്തുടർന്നവയാണ്. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, വെളിച്ചത്തിൽ ഈ ഐസ് പോട്ടുകൾ ഇത്ര ഫലപ്രദമാണെങ്കിൽ ഇരുണ്ട ആഴക്കടലിൽ അവ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നത് എന്തുകൊണ്ടാണ്? കത്തുന്ന നീലഗിരി ഈ തീജ്വാലകളെ നമുക്ക് തടയാനാകുന്നു. അതിശക്തമായ കാട്ടുതീ മൂലം നിലവിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ജൈവ വൈവിധ്യ കേന്ദ്രമാണിത്. പാഴ്സൺ വാലി, പൈക്കര തുടങ്ങിയ മേഖലകളിൽ തീ പടർത്തുന്നതിനെ തുടർന്ന് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പോലും ഇടപെടേണ്ടി വന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ വർഷവും ഫെബ്രുവരി മുതൽ മെയ് വരെ ഔദ്യോഗിക അഗ്നി സീസൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം കഠിനമായ ചൂടും ശക്തമായ കാറ്റും ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന സാങ്കേതിക പദം ബയോമാസ് അക്യുമുലേഷൻ എന്നതാണ്. വനപ്രതലത്തിൽ ഉണങ്ങിയ ചില്ലകളും ഇലകളും ലെൻറാന പോലുള്ള അധിനിവേശ സസ്യങ്ങളും അടിഞ്ഞുകൂടുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവ തീ പടരാനുള്ള ഇന്ധനമായി മാറുന്നു. എംപേഴ്സ് അഥവാ കത്തിയെരിയുന്ന ചെറിയ തടിക്കഷ്ണങ്ങൾ കാറ്റിലൂടെ ഫയർ ലൈനുകൾക്ക് അപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് തീ നിയന്ത്രണാതീതമായി പടരുന്നത്. തീ പടരുന്നത് തടയാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സസ്യങ്ങൾക്കിടയിൽ നിർമ്മിക്കുന്ന വിടവുകളെയാണ് ഫയർ ലൈൻ എന്ന് വിളിക്കുന്നത്. ചില തീപിടുത്തങ്ങൾ അബദ്ധവശാൽ സംഭവിക്കുന്നതാണെങ്കിലും പലതും പ്രാദേശിക ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് കാലിത്തീറ്റയ്ക്കായി പുതിയ പുല്ല് മുളപ്പിക്കാൻ കന്നുകാലി വളർത്തുന്നവർ ഉണങ്ങിയ പുല്ലിന് തീയിടാറുണ്ട്. മേൽനോട്ടത്തിൽ ചപ്പുചവറുകൾ കത്തിച്ചു കളയുന്ന കൺട്രോൾഡ് ബേൺ നടത്തുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ കാരണവും തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം വേനൽക്കാലത്തെ കൂടുതൽ വരണ്ടതാക്കുന്നതിനാൽ മുൻകരുതലുകൾ മാത്രം ഇപ്പോൾ മതിയാകാത്ത സാഹചര്യമാണ്. നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കാൻ അധിനിവേശ സസ്യങ്ങളെ നീക്കം ചെയ്യുന്നതും പ്രാദേശിക ജനതയ്ക്ക് ബദൽ തൊഴിലുകൾ നൽകുന്നതുമായ ദീർഘകാല പദ്ധതികളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ തന്ത്രങ്ങൾ മാറ്റിയില്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ശ്വാസകോശമായ ഈ വനങ്ങൾ എന്നും അപകടത്തിലായിരിക്കും. കപ്പലുകൾക്ക് കരുത്തേകുന്ന പാഴ്ചെടി. നമ്മുടെ പുൽമേടുകളെ നശിപ്പിക്കുന്ന ഒരു അധിനിവേശ സസ്യം ഇന്ന് വലിയ ചരക്കു കപ്പലുകൾക്ക് ആവശ്യമായ ഗ്രീൻ മെഥനോൾ എന്ന ശുദ്ധമായ ഇന്ധനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ പേരാണ് പ്രോസോപ്പിസ് ജൂലിഫ്ലോറ. പ്രാദേശികമായി ഗണ്ടോ ബാവൽ അല്ലെങ്കിൽ വിലായത്തി കീക്കർ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് മരുഭൂമി വ്യാപിക്കുന്നത് തടയാനാണ് ഇത് ഇന്ത്യയിൽ എത്തിച്ചത്. എന്നാൽ ബണ്ണി പിൽമോടുകൾ പോലുള്ള ഇടങ്ങളിലെ തദ്ദേശീയ സസ്യങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഇതൊരു ജൈവ അധിനിവേശമായി മാറി. ഇപ്പോൾ ഒരേ സമയം 2 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഗുജറാത്തിലെ കഡ്ലയിലുള്ള ദീൻ ദയാൽ പോർട്ടിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ മെഥനോൾ പ്ലാന്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഗാസിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അതായത് ഓക്സിജന്റെ അഭാവത്തിൽ ഈ മരം ചൂടാക്കി ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ മിശ്രിതമായ സിൻ ഗ്യാസ് നിർമ്മിക്കുന്നു. ഈ വാതകത്തെ പിന്നീട് രാസപ്രവർത്തനത്തിലൂടെ ദ്രാവക രൂപത്തിലുള്ള ഗ്രീൻ മെഥനോൾ ആക്കി മാറ്റുന്നു.
ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന സാധാരണ ബെഥനോളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് 95% വരെ കുറയ്ക്കുകയും വിഷാംശമുള്ള സൾഫർ ഓക്സൈഡുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഷിപ്പിംഗ് മേഖലയിലെ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ശ്രമങ്ങൾക്ക് ഇതൊരു വലിയ ചുവടുവെപ്പാണ്. ഇത്തരം പാഴ്ചെടികളെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ പരിസ്ഥിതി ശുദ്ധീകരിക്കുക മാത്രമല്ല, ഇറക്കുമതി ചെയ്യുന്ന വില കൂടിയ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. ദോഷകാരിയായ ഈ പാഴ്ചെടിയെ നമുക്ക് ഹൈടെക് ഇന്ധനമാക്കി മാറ്റാമെങ്കിൽ മാലിന്യത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെ വേറെ ഏതൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പുസ്തകങ്ങളിലെ കണക്കുകൾ തുല്യമാക്കാം. ചില സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് പുസ്തകങ്ങളും ലഘുഭക്ഷണവും വാങ്ങാൻ എല്ലാ മാസവും പോക്കറ്റ് മണി ലഭിക്കുന്നു എന്ന് കരുതുക. എന്നാൽ ആ പണം പുതിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പകരം പഴയ കടങ്ങൾ വീട്ടാനും ദൈനംദിന ആവശ്യങ്ങൾക്കും മാത്രമായി തീർന്നു പോയാലും നിങ്ങളുടെ സ്കൂൾ പ്രൊജക്ടുകൾക്കായി പിന്നീട് ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രാലയം ഗൗരവകരമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ റവന്യൂ കമ്മി എന്ന് വിളിക്കുന്നു. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ദൈനംദിന ചെലവുകളായ ശമ്പളം, പെൻഷൻ, പലിശ, തിരിച്ചടവ് എന്നിവ ആ സംസ്ഥാനത്തിന് നികുതിയിലൂടെയും മറ്റും ലഭിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതലാകുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. സാമ്പത്തിക നയത്തിലെ സുവർണ നിയമം അനുസരിച്ച് ഈ സംസ്ഥാനം സീറോ റവന്യൂ കമ്മി നിലനിർത്തേണ്ടതുണ്ട്. അതായത് ഒരു ദൈനംദിന ആവശ്യങ്ങൾക്കല്ല, മറിച്ച് റോഡുകളോ സ്കൂളുകളോ പോലുള്ള ദീർഘകാല ആസ്തികൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രമേ പണം കടമെടുക്കാവൂ. പടിഞ്ഞാറൻ ഏഷ്യയിലെ പ്രതിസന്ധി പോലുള്ള ആഗോള പ്രശ്നങ്ങൾ കാരണം എണ്ണവില വർദ്ധിക്കുകയും അത് ഒരു സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം എന്നതിനാലാണ് ഈ വിഷയം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. പഞ്ചാബ്, കേരളം, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലവിൽ റവന്യൂ കമ്മിയിലാണ്. ഇതിനർത്ഥം ഇത്തരം ആഘാതങ്ങളെ നേരിടാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ സംസ്ഥാനങ്ങൾക്ക് കുറവാണെന്നാണ്. ഉദാഹരണത്തിന് പഞ്ചാബ് അതിന്റെ വരുമാനത്തിന്റെ 22% പലിശ തിരിച്ചടവിനായി മാത്രം ചെലവഴിക്കുന്നു. അതേസമയം ഒഡീഷ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് റവന്യൂ മിച്ചമുണ്ട്. ഒഡീഷ പോലുള്ള ഒരു സംസ്ഥാനത്തിന് ധനകമ്മി, അതായത് മൊത്തം ചെലവും വരുമാനവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് ആരോഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. കാരണം അവർ ആ പണം ഭാവിയിൽ സമ്പദ് വ്യവസ്ഥയെ വളർത്താൻ സഹായിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് അഥവാ മൂലധന ചെലവിനായാണ് ഉപയോഗിക്കുന്നത്. ഒരു സംസ്ഥാനം മിച്ചാവസ്ഥയിലാണെങ്കിൽ അതിനൊരു സുരക്ഷാ കവചമുണ്ട്. എന്നാൽ കമ്മിയിലാണെങ്കിൽ ദൈനംദിന കാര്യങ്ങൾക്കായി നിങ്ങളുടെ ഭാവി വികസന പദ്ധതികൾ മാറ്റിവെക്കേണ്ടി വരും. ആഗോള വിപണി ഇനിയും അസ്ഥിരമായാൽ ജനജീവിതം ദുസ്സഹമാക്കാതെ ഈ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെ അത്യാവശ്യ സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നിങ്ങൾ കരുതുന്നത്? കുറയുന്ന രൂപയുടെ രഹസ്യം. നമ്മുടെ കറൻസിയുടെ മൂല്യം US ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിലവിൽ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളിലെ ഓഹരികൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ FII വൻതോതിൽ വിറ്റഴിക്കുന്ന ഒരു സുപ്രധാന സാമ്പത്തിക സംഭവത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ FII എന്നത് ഓഹരികൾ വാങ്ങാൻ നമ്മുടെ രാജ്യത്തേക്ക് വിദേശ പണം കൊണ്ടുവരുന്ന ബാങ്കുകളോ പെൻഷൻ ഫണ്ടുകളോ പോലുള്ള അന്താരാഷ്ട്ര നിക്ഷേപകരുടെ വലിയ കൂട്ടമാണെന്ന് കരുതുക. 2026 ഏപ്രിലിൽ ഈ നിക്ഷേപകർ 60,847 കോടി രൂപയിലധികം മൂല്യമുള്ള ഓഹരികൾ വിറ്റഴിച്ചു. വെറും 4 മാസത്തിനുള്ളിൽ ഏകദേശം 1.9 ലക്ഷം കോടി രൂപ നമ്മുടെ വിപണിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ നിക്ഷേപകർ പിൻവാങ്ങുമ്പോൾ അവർ തങ്ങളുടെ പണം ഡോളറായി തിരികെ കൊണ്ടുപോകുന്നതിനാൽ US കറൻസിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്നു. ഇത് വലിയൊരു വാർത്തയാകാൻ കാരണം ഇതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഡിമാൻഡും വിതരണവും എന്ന നിയമമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഡോളർ ആഗ്രഹിക്കുകയും രൂപ വിൽക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നു. ഈ പ്രക്രിയയെ കറൻസി ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നു. 2026 ജനുവരിക്കും ഏപ്രിലിനും ഇടയിൽ രൂപയുടെ മൂല്യം 5.5% ഇടിഞ്ഞ് $1 ഏകദേശം 95 രൂപ എന്ന നിലയിലെത്തി. ലോകത്തെ എണ്ണയുടെ ഭൂരിഭാഗം കടന്നുപോകുന്ന ഇടുങ്ങിയ സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ സാധ്യതയുള്ള പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഈ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കി. എണ്ണ വിതരണം അപകടത്തിലാകുമ്പോൾ എണ്ണവില ഉയരുന്നു. ഇത് നമ്മുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നു.
ഇത് ഒരു തുടർ പ്രക്രിയ സൃഷ്ടിക്കുന്നു. രൂപയുടെ മൂല്യം കുറയുന്നത് വിദേശ നിക്ഷേപകർക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ മൂല്യം കുറയ്ക്കുന്നു. ഇത് അവരെ വേഗത്തിൽ രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്നു. ഫലമായി രൂപയുടെ മൂല്യം വീണ്ടും താഴുന്നു. എണ്ണവിലയിൽ വലിയ കുറവുണ്ടായില്ലെങ്കിൽ രൂപയുടെ മൂല്യം ഡോളറിന് 97 വരെ എത്തിയേക്കാമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ആഗോളതലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിന്റെയോ കളിപ്പാട്ടങ്ങളുടെയോ വിലയെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? കൽക്കരിയും സൂര്യനും തമ്മിലുള്ള വലിയ ഊർജ സന്തുലിതാവസ്ഥ. ഇന്ത്യയുടെ വേനൽക്കാല ഊർജ വെല്ലുവിളിയുടെ ഹൃദയഭാഗത്തേക്ക് സ്വാഗതം. നിലവിൽ താപനില ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് നേരിടുകയാണ്. ഈ ഏപ്രിലിൽ ഇത് 256.1 ഗിഗാവാട്ട് എന്ന റെക്കോർഡ് വിലയിലെത്തി. എൽനിനോ എന്ന സവിശേഷമായ കാലാവസ്ഥാ പ്രതിഭാസം കാരണം ഇത് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എൽനിനോ പലപ്പോഴും ദുർബലമായ കാലവർഷത്തിലേക്കും കൂടുതൽ ചൂടുള്ള ദിവസങ്ങളിലേക്കും നയിക്കുന്നു. ഇത് ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. വെളിച്ചം നിലനിർത്താൻ ഇന്ത്യ ഒരു ഡ്യുവൽ പാരഡൈം അഥവാ ഇരട്ട മാതൃകയാണ് സ്വീകരിക്കുന്നത്. ഇത് ഒരു കാറിന് 2 വ്യത്യസ്ത എഞ്ചിനുകൾ ഉള്ളതുപോലെയാണ്. ആദ്യത്തെ എഞ്ചിൻ കൽക്കരി കത്തിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന താപ ഊർജമാണ്. കൽക്കരി നമ്മുടെ നട്ടെല്ലാണ്, കാരണം ഇത് വിശ്വസനീയമാണ്. കൂടാതെ ബേസ് ലോഡ് പവർ നൽകുന്ന, അതായത് കാറ്റ് വീശാത്തപ്പോഴോ സൂര്യൻ പ്രകാശിക്കാത്തപ്പോഴോ പോലും ഇതിന് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയും. നിലവിൽ കൽക്കരി നമ്മുടെ വൈദ്യുതിയുടെ 66.9% നൽകുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ 200 ദശലക്ഷം ടണ്ണിലധികം കൽക്കരി ശേഖരം നമുക്കുണ്ട്. രണ്ടാമത്തെ എഞ്ചിൻ പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സായ സൗരോർജമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം 44 ഗിഗാവാട്ടിലധികം ശേഷി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നാം കണ്ടു. തിരക്കേറിയ സമയങ്ങളിൽ സൗരോർജം ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന്റെ 21.5% സംഭാവന ചെയ്യുന്നു. എന്നിരുന്നാലും സ്റ്റോറേജ് ബോട്ടിനെക്കൽ അഥവാ സംഭരണ പരിമിതി എന്ന സാങ്കേതിക തടസ്സം ഇവിടെയുണ്ട്. വലിയ തോതിലുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ നമുക്കില്ലാത്തതിനാൽ രാത്രിയിൽ ഉപയോഗിക്കുന്നതിനായി ഉച്ച സമയത്തെ സൂര്യപ്രകാശം മുഴുവൻ ലഭിക്കാൻ നമുക്ക് കഴിയില്ല. ഇതിനാലാണ് നാം സോളാർ കർട്ടൈൽമെന്റ് നേരിടുന്നത്. അതായത് ഇലക്ട്രിക്കൽ ഗ്രിഡ് സ്ഥിരമായി നിലനിർത്തുന്നതിനായി അമിതമായ ഉൽപാദനം മനഃപൂർവ്വം കുറയ്ക്കുന്ന രീതി. മാറിക്കൊണ്ടിരിക്കുന്ന ഹരിത ഊർജത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് ട്രാൻസ്മിഷൻ ലൈനുകൾ നിർമ്മിക്കുന്ന ഗ്രിഡ് മോഡേണൈസേഷൻ ആണ് ഭാവിയിലെ വലിയ ലക്ഷ്യം. ശുദ്ധമായ ഒരു ഭാവിയിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴും ഉയർന്ന മലിനീകരണമുള്ള കൽക്കരിയും മലിനീകരണമില്ലാത്ത സൗരോർജവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഊർജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി തുടരുന്നു. ഒരു നഗരത്തിന് മുഴുവൻ വേണ്ട സൂര്യപ്രകാശം ഒരൊറ്റ ഭീമൻ ബാറ്ററിയിൽ സംഭരിക്കാനുള്ള വഴി നമ്മൾ പെട്ടെന്ന് കണ്ടെത്തിയാൽ അത് നമ്മുടെ നഗരങ്ങൾ നിർമ്മിക്കുന്ന രീതിയെ എങ്ങനെ മാറ്റുമെന്ന് നിങ്ങൾ കരുതുന്നു? ബഡ്ജറ്റ് സന്തുലിതാവസ്ഥ ഇന്ത്യയുടെ വമ്പിച്ച അടിസ്ഥാന സൗകര്യ ചൂതാട്ടം. പണം പരിമിതമായിരിക്കുമ്പോഴും ഒരു രാജ്യം എങ്ങനെയാണ് കൂറ്റൻ പാലങ്ങളും അതിവേഗ ട്രെയിനുകളും നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ ചെലവുകൾ വർദ്ധിക്കുകയും എന്നാൽ നികുതിയിലൂടെയുള്ള വരുമാനം അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യുന്ന ഫിസ്ക്കൽ സ്ട്രെസ് അഥവാ സാമ്പത്തിക ഞെരുക്കം എന്ന അവസ്ഥയെ കുറിച്ച് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഗുംലുൻ മാങ് ഗുവാൾനാം അടുത്തിടെ എടുത്തു പറയുകയുണ്ടായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നമ്മുടെ ഊർജ ഇറക്കുമതി പാതകളെ, പ്രത്യേകിച്ച് ഹോർമുസ് ഇടുക്കിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം വാർത്തകളിൽ നിറയുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വാതകത്തിന്റെ 90% സഞ്ചരിക്കുന്നത് ഇടുങ്ങിയതും എന്നാൽ സുപ്രധാനവുമായ ഈ ജലപാതയിലൂടെയാണ്. ഈ പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ വില വർദ്ധിക്കുകയും അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നു. ഇതിനൊപ്പം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ നികുതിയായ എക്സൈസ് ഡ്യൂട്ടി സർക്കാർ കുറച്ചതും വരുമാനത്തിൽ ഇടിവുണ്ടാക്കി. എന്നിരുന്നാലും എല്ലാ മേഖലകളിലും ചെലവ് ചുരുക്കുന്നത് പകരം ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ കാപെക്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഭാവിയിൽ സമ്പദ് വ്യവസ്ഥയെ വളർത്താൻ സഹായിക്കുന്ന ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ തുടങ്ങിയ ദീർഘകാല ആസ്തികൾ സൃഷ്ടിക്കുന്നതിനായി ചെലവഴിക്കുന്ന പണമാണിത്. സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് 12.2 ലക്ഷം കോടി രൂപയാണ് ഇതിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലൊരു പോരായ്മയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാനും നവീകരിക്കാനുമുള്ള ഗവേഷണ വികസന മേഖലയ്ക്കായി ഇന്ത്യ അതിന്റെ GDP-യുടെ
0.6% മാത്രമാണ് ചെലവഴിക്കുന്നത്. ലോകത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് ഇത് വളരെ കുറവാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. സർക്കാർ ജീവനക്കാരും പദ്ധതികൾക്കുമായി ചെലവഴിക്കുന്ന ഓരോ രൂപയും മികച്ച ഫലം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന നയത്തിലൂടെ രാജ്യം കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭാവിക്കായി നമ്മൾ വലിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കേണ്ട ശാസ്ത്രീയ ആശയങ്ങൾക്കായി നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടതുണ്ടോ? മറ്റു മേഖലകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നാൽ പോലും പ്രതിജ്ഞകൾ യാഥാർത്ഥ്യമാകുന്നു. 2026 കാലാവസ്ഥാ മാറ്റം. കാലാവസ്ഥ സംബന്ധമായ ചർച്ചകൾ ഒടുവിൽ പ്രവൃത്തിയായി മാറുന്ന ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. കൊളംബിയയിലെ സാന്താ മാൾട്ട കാലാവസ്ഥാ സമ്മേളനത്തിൽ അടുത്തിടെ സംഭവിച്ചത് ഇതാണ്. COP എന്നറിയപ്പെടുന്ന പരമ്പരാഗത ഐക്യരാഷ്ട്രസഭ ചർച്ചകൾ വളരെ സാവധാനത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്ന നിരാശയിലാണ് 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അവിടെ ഒത്തുകൂടിയത്. ഇതിലെ പ്രധാന വാർത്ത എന്തെന്നാൽ ആഗോളതാപനത്തിന്റെ പ്രധാന കാരണങ്ങളായ എണ്ണ, കൽക്കരി, ഗ്യാസ് തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നതിനായി കൃത്യമായ ദേശീയ റോഡ് മാപ്പുകൾ തയ്യാറാക്കുന്നതിൽ അവ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ്. 2030-നും 2050-നും ഇടയിൽ എണ്ണ, ഗ്യാസ് എന്നിവയിൽ നിന്ന് പിന്മാറാൻ ഫ്രാൻസ് ഒരു ലക്ഷ്യം പോലും നിശ്ചയിച്ചു. ഈ ഒരു പ്രത്യേക ചർച്ചയിൽ ചൈനയും ഇന്ത്യയും പോലുള്ള പ്രധാന രാജ്യങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുത്ത രാജ്യങ്ങൾ ആഗോള GDP-യുടെ 50% പ്രതിനിധീകരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് ചെറിയ കൂട്ടായ്മകൾ വലിയ തടസ്സങ്ങളെ മറികടന്ന് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. അതേസമയം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഗൗരവകരമായ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2026 തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 92% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന പ്രവചനമാണ്. പസഫിക് സമുദ്രത്തിലെ ചൂടുവെള്ളം ആഗോള കാലാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന എൽ നീനോ പ്രതിഭാസമാണ് മഴ കുറയ്ക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. മൊത്തം മഴ കുറവാണെങ്കിലും ഒരു ദിവസം 21 സെന്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന അതിതീവ്ര മഴയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യൻ സമുദ്രത്തിലെ എൽ നീനോ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പ്രതിഭാസവും നാം കാണുന്നുണ്ട്. ഇത് പിന്നീട് മഴയെ സഹായിക്കുകയോ ദോഷകരമായി ബാധിക്കുകയോ ചെയ്തേക്കാം. 2026 മെയ് മാസത്തിൽ ഹിമാലയൻ താഴ്വരകളിലും കിഴക്കൻ തീരങ്ങളിലും രാത്രിയിലെ ചൂട് വർദ്ധിക്കുകയും കഠിനമായ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സന്ദേശം വ്യക്തമാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്നത് വെറും ഭാവി വാഗ്ദാനങ്ങളെ കുറിച്ചല്ല, അത് ഇന്നത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കരുത്തിനെ കുറിച്ചും ദുരന്ത നിവാരണത്തെ കുറിച്ചും ഉള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇത്തരം മാറ്റങ്ങൾ കാണുമ്പോൾ ഊർജ ആവശ്യങ്ങളും അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്ന ഇന്ധനങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയും നമുക്ക് എങ്ങനെ സമന്വയിപ്പിക്കാൻ കഴിയും? ഉന്നത അതിർത്തിയുടെ പരിവർത്തനം, ലഡാക്കിന്റെ തന്ത്രപരവും സാംസ്കാരികവുമായ കുതിച്ചുചാട്ടം. ഉയർന്ന ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ലഡാക്ക് ഇന്ത്യയുടെ ശാരീരികവും സാംസ്കാരികവുമായ പ്രതിരോധത്തിന്റെ ആദ്യ നിരയായി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? 2019 ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയതിനു ശേഷമുള്ള മേഖലയിലെ വമ്പിച്ച മാറ്റങ്ങൾ എടുത്തു കാണിക്കുന്ന ഉന്നതതല സന്ദർശനങ്ങൾ കാരണം ഈ പ്രദേശം ഈയിടെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ അതിന്റെ ഭൗമ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ലഡാക്ക് സംവേദനക്ഷമമായ അതിർത്തികൾ പങ്കിടുന്ന ഉയർന്ന പ്രദേശത്തെ ഒരു മരുഭൂമിയാണ്. അതിനാൽ ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ഇൻഫൻട്രി റെജിമെന്റലായി ലഡാക്ക് സ്കൗട്ട്സ് ദേശീയ സുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വികസന കാഴ്ചപ്പാടിൽ കണക്ടിവിറ്റിയിൽ ഈ പ്രദേശം ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ഉദാഹരണത്തിന് റോഡ് ശൃംഖല 2019 1800 കിലോമീറ്ററിൽ നിന്ന് 2026 4000 കിലോമീറ്ററിലധികമായി വർദ്ധിച്ചു. സോജിലെ ടണൽ, ഷിങ്കുല ടണൽ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ വർഷം മുഴുവനുമുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചിടാറുള്ള അപകടകരമായ ചുരങ്ങളെ മറികടക്കാൻ ഈ തുരങ്കങ്ങൾ സഹായിക്കുന്നു. ഇത് പാതകൾ അടച്ചിടുന്ന ദിവസങ്ങളുടെ എണ്ണം മാസങ്ങളിൽ നിന്ന് ഏതാനും ആഴ്ചകളായി കുറച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്കും അപ്പുറം കൃഷി ഉൾപ്പെടുന്ന പ്രാഥമിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഓട്ടോമേറ്റഡ് മിൽക്ക് കളക്ഷൻ സിസ്റ്റം വഴി. ഇത് കർഷകർക്ക് ന്യായമായ വില ഉടൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡിജിറ്റൽ സുതാര്യത ഉപയോഗിക്കുന്നു. സാംസ്കാരികമായി ലഡാക്ക് ബുദ്ധമതത്തിന്റെ ആഗോള കേന്ദ്രമായി തുടരുന്നു. ചരിത്രപരമായി ഇന്ത്യയെ ചൈനയുമായും മധ്യേഷ്യയുമായും ബന്ധിപ്പിച്ചിരുന്ന പുരാതന വ്യാപാര പാതകളുടെ ശൃംഖലയായ സിൽക്ക് റൂട്ടിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇത്.
ഇത് തത്വചിന്തകളുടെയും കലയുടെയും കൈമാറ്റം സാധ്യമാക്കി. ഈയിടെ ലേയിൽ നടന്ന ബുദ്ധഭഗവാന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഒരു പ്രധാന ആത്മീയ നാഴികക്കല്ലായിരുന്നു. ഇത് പുരാതന പാരമ്പര്യങ്ങളും ആധുനിക പുരോഗതിയും തമ്മിലുള്ള ഒരു പാലം എന്ന നിലയിൽ ലഡാക്കിന്റെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നു. 5 പുതിയ ജില്ലകൾ രൂപീകരിച്ചതും ബോധി കൂർഗി ഭാഷകൾക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയതും വഴി പ്രദേശം അതിന്റെ തനതായ പൈതൃകത്തെ ദ്രുതഗതിയിലുള്ള അധിനിവേശവൽക്കരണമായി സന്തുലിതമാക്കുകയാണ്. അദൃശ്യ കവചം. ഒരു ആപ്പുമില്ലാതെ നിങ്ങളുടെ ഫോൺ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു? നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിൽ ആയിരിക്കുമ്പോൾ പോലും സഹായത്തിനായി ശബ്ദമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈയിടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്മാർട്ട് ഫോണുകളിൽ പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടു കൂടിയ ബീപ്പും എക്സ്ട്രീംലി സെർവർ അലർട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു പോപ്പപ്പ് സന്ദേശവും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതൊരു സാങ്കേതിക തകരാറോ ഹാക്കിങ്ങോ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലുടനീളം നടത്തിയ സെൽ ബ്രോഡ്കാസ്റ്റ് എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ ഒരു വൻകിട പരീക്ഷണമായിരുന്നു. നിലവിൽ നമ്മൾ ഗവൺമെന്റ് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതിനായി SMS-നെയാണ് ആശ്രയിക്കുന്നത്. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. എന്നാൽ പലപ്പോഴും ഡിജിറ്റൽ ട്രാഫിക് ബ്ലോക്ക് പോലെ ഒരേ സമയം ഒരുപാട് പേർ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നെറ്റ്വർക്ക് കൺജക്ഷൻസ് കാരണം SMS സന്ദേശങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. ഇതിനൊരു പരിഹാരമായാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനും സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് അഥവാ CDOT ചേർന്ന് സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്ന സാധാരണ ടെക്സ്റ്റ് മെസ്സേജുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സെൽ ടവറിന്റെ പരിധിയിലുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും ഒരേ സമയം സന്ദേശം അയക്കുന്ന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ രീതിയാണിത്. ഇതൊരു പോയിന്റ് ടു ഏരിയ സാങ്കേതിക വിദ്യയാണ്. ഇതിന് നിങ്ങളുടെ ഫോൺ നമ്പറോ ലൊക്കേഷൻ വിവരങ്ങളോ ആവശ്യമില്ലാത്തതിനാൽ നിങ്ങളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നു. ചുഴലിക്കാറ്റോ പ്രളയമോ പോലുള്ള ദുരന്ത സമയങ്ങളിൽ നിങ്ങൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിനെ തടഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഡിജിറ്റൽ റേഡിയോ അറിയിപ്പ് പോലെ ഇത് പ്രവർത്തിക്കുന്നു. 1997 പാരീസിലാണ് ഈ സാങ്കേതിക വിദ്യ ആദ്യമായി പ്രദർശിപ്പിച്ചത്. ഇന്ന് ജപ്പാൻ, USA തുടങ്ങിയ രാജ്യങ്ങൾ ഇത് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു. സാധാരണ ഡാറ്റ ട്രാഫിക്കിൽ നിന്നും മാറി ഒരു പ്രത്യേക ചാനൽ ഉപയോഗിക്കുന്നതിനാൽ നെറ്റ്വർക്കിൽ തിരക്ക് കൂടുതലാണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് നിങ്ങളുടെ ഫോണിൽ തൽക്ഷണം എത്തും. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യ ദുരന്ത നിവാരണത്തിനുള്ള അതിപ്രധാനമായ ഒരു ആയുധമായി മാറുകയാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ പോലും അറിയാതെ ഈ സിസ്റ്റത്തിന് നിങ്ങളെ എല്ലാവരെയും തൽക്ഷണം ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ വ്യക്തിഗത സ്വകാര്യതയെ ബാധിക്കാതെ നഗരങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ സാങ്കേതിക വിദ്യക്ക് മറ്റേതൊക്കെ രീതിയിൽ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? കാർബൺ നികുതിയുടെ വടംവലി. യൂറോപ്പിലെ മലിനീകരണ നികുതി എങ്ങനെയാണ് ഇന്ത്യയിലെ സ്റ്റീൽ നിർമ്മാണത്തെ ബാധിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആഗോള വ്യാപാരത്തിൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 ജനുവരി 1 യൂറോപ്യൻ യൂണിയൻ ഉത്പാദന വേളയിൽ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി സ്റ്റീൽ, അലുമിനിയം, സിമന്റ് തുടങ്ങിയ ഇറക്കുമതികൾക്ക് ഔദ്യോഗികമായി നികുതി ചുമത്താൻ തുടങ്ങി. പരിസ്ഥിതി സൗഹൃദമായ തങ്ങളുടെ സ്വന്തം ഫാക്ടറികൾക്ക് മലിനീകരണം കൂടിയ വില കുറഞ്ഞ ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്നതിനാൽ ഇത് ആവശ്യമാണെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ വാദം. ആഗോള വ്യാപാര വിലയെ കാലാവസ്ഥാ നയങ്ങൾ ഇത്ര വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് ഇതാദ്യമായതിനാലാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. എന്നാൽ ഇതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. യൂറോപ്യൻ കമ്പനികൾക്ക് മലിനീകരണത്തിന് ചില സൗജന്യങ്ങളും സർക്കാർ സബ്സിഡികളും ലഭിക്കുമ്പോൾ ഇന്ത്യൻ കയറ്റുമതിക്കാർ മുഴുവൻ തുകയും നികുതിയായി നൽകേണ്ടി വരുന്നു. ഇത് ഒരു വലിയ അസമത്വത്തിന് കാരണമാകുന്നു. ഇതിനെയാണ് കാലാവസ്ഥാ നീതി എന്ന തർക്ക വിഷയം എന്ന് വിളിക്കുന്നത്. അതായത് ചരിത്രപരമായി തങ്ങൾ സൃഷ്ടിക്കാത്ത ഒരു പ്രശ്നത്തിന്റെ സാമ്പത്തിക ഭാരം വികസ്വര രാജ്യങ്ങൾ മാത്രം ചുമക്കേണ്ടി വരരുത് എന്ന ആശയം. ഇത് പരിഹരിക്കാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അടുത്തിടെ അനക്സ് 14A എന്ന പ്രത്യേക വ്യവസ്ഥയുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഇതിലൂടെ ഇന്ത്യയിൽ നേരത്തെ അടച്ച കാർബൺ വിലയെ അംഗീകരിക്കാൻ യൂറോപ്യൻ യൂണിയന് സാധിക്കും. ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം വരുന്നത്. ഇന്ത്യ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇന്ത്യൻ കമ്പനികൾ യൂറോപ്പിന് കാർബൺ നികുതി നൽകുന്നതിന് പകരം സ്വന്തം കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം വഴി ആ തുക ഇന്ത്യക്ക് തന്നെ ഈടാക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വരുമാനം ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുകയും
അത് ഗ്രീൻ ഹൈഡ്രജൻ, മികച്ച സാങ്കേതിക വിദ്യ എന്നിവയ്ക്കായി ഉപയോഗിക്കാനും സാധിക്കും. ഇത് ഒരു വ്യാപാര തടസ്സത്തെ നമ്മുടെ ഭാവിയിലേക്കുള്ള ഫണ്ടായി മാറ്റുന്നു. ലക്ഷ്യം യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണമാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ കാർബൺ നികുതി പണം എവിടെയാണോ മലിനീകരണം ഉണ്ടായത് അവിടെ തന്നെ നിലനിൽക്കണമോ അതോ ഉൽപ്പന്നം വാങ്ങുന്ന രാജ്യത്തേക്ക് പോകണമോ? ന്യൂക്ലിയർ ത്രഷോൾഡ്, ഇറാന്റെ തന്ത്രപരമായ സന്തുലിതാവസ്ഥ. ഒരു രാജ്യത്തിന് ആണവായുധം സ്വന്തമായി ഇല്ലാതെ തന്നെ അത് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൈവശം വെക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇറാന്റെ നിലവിലെ ആഗോള നിലവാരത്തെ നിർവചിക്കുന്ന ത്രഷോൾഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സങ്കല്പമാണിത്. 1970 ഇറാൻ ഒപ്പുവെച്ച ആണവായുധ വ്യാപന നിരോധന കരാർ വൈദ്യുതി ഉൽപാദനത്തിനും വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കുമുള്ള സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജി അനുവദിക്കുന്നുണ്ടെങ്കിലും ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് കർശനമായി വിലക്കുന്നു. ഇറാൻ ഇവിടെ സവിശേഷമായ 2 നിലപാടുകൾ സ്വീകരിക്കുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവ പദ്ധതിയെ സംരക്ഷിക്കുമെന്ന രാഷ്ട്രീയ പ്രതിജ്ഞയും ആണവായുധങ്ങൾ ഇസ്ലാമിക നിയമപ്രകാരം നിഷിദ്ധമായ അഥവാ ഹറാം ആണെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള ഫത്വയും. ഈ ധാർമ്മിക നിലപാടിന്റെ വേരുകൾ ഇറാഖ് യുദ്ധത്തിലാണ്. അന്ന് ഇറാഖ് രാസായുധം ഉപയോഗിച്ച് ആക്രമിച്ചിട്ടും ഇറാൻ അതിന് തിരിച്ചടി നൽകാൻ വിസമ്മതിച്ചിരുന്നു. എന്നിരുന്നാലും സാങ്കേതിക യാഥാർത്ഥ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പവർ പ്ലാന്റ് നിർമ്മിക്കാൻ 5% യുറേനിയം സമ്പുഷ്ടീകരണം മാത്രം മതിയാകും. എന്നാൽ ആയുധങ്ങൾക്ക് 90% ആവശ്യമാണ്. ഇറാൻ ഇതിനകം 60% സമ്പുഷ്ടീകരണത്തിൽ എത്തിക്കഴിഞ്ഞു. ശാസ്ത്രീയമായി പറഞ്ഞാൽ 2% നിന്ന് 60% എത്തുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ 60% നിന്ന് 90%ത്തിലേക്ക് എത്താൻ സാധിക്കും. വലിയ തോതിലുള്ള ശേഖരവും ആധുനിക സെൻട്രിഫ്യൂജുകളും നിലനിർത്തുന്നതിലൂടെ ഒരു ബോംബിന് ആവശ്യമായ ഇന്ധനം നിർമ്മിക്കാൻ എടുക്കുന്ന സമയമായ ബ്രേക്ക് ഔട്ട് ടൈം ഏതാനും ആഴ്ചകളായി ഇറാൻ കുറച്ചു. ഇത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് പ്രഖ്യാപിത കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുമെങ്കിലും ഒരു രാജ്യത്തിന്റെ ശേഷിയെയോ ഉദ്ദേശത്തെയോ നിയന്ത്രിക്കാൻ കഴിയില്ല. 2015 JCPOA കരാർ ഈ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയെങ്കിലും അതിന്റെ തകർച്ച സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ കാരണമായി. നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ പൊതു താൽപര്യം മുൻനിർത്തി മത നേതാക്കൾ തങ്ങളുടെ വിലക്കുകളിൽ മാറ്റം വരുത്തുന്ന മസ്ലഹത്ത് ഇ നിസാം എന്ന തത്വം ഇറാൻ പ്രയോഗിക്കുമോ എന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നു. ഒരു രാജ്യത്തിന്റെ പക്കൽ താക്കോലും ഇന്ധനവും എഞ്ചിനും തയ്യാറായി ഇരിപ്പുണ്ടെങ്കിൽ അവർ ഇതുവരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതിന് പ്രസക്തിയുണ്ടോ? മേഘങ്ങൾക്കിപ്പുറവും കാണാൻ കഴിയുന്ന ഉപഗ്രഹം. കനത്ത മേഘങ്ങൾക്കും പുകപടലങ്ങൾക്കും ഇടയിലൂടെ അർദ്ധരാത്രിയിലെ കറുത്ത ഇരുട്ടിലും തെളിമയോടെ കാണാൻ കഴിയുന്ന ഒരു ക്യാമറയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയല്ല, ഇതാണ് ദൃഷ്ടി. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും പുതിയ നാഴികക്കല്ല്. IIT മദ്രാസിൽ രൂപം കൊണ്ട ഗാലക്സ് ഐ എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ദൃഷ്ടി ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഒപ്റ്റോസാർ ഉപഗ്രഹം എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നാൽ എന്താണ് ഈ ഒപ്റ്റോസാർ? സാധാരണയായി ഉപഗ്രഹങ്ങളിൽ ഒന്നുകിൽ നമ്മുടെ ഫോണിലെ ക്യാമറ പോലെ ദൃശ്യപ്രകാശം ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളോ അല്ലെങ്കിൽ മൈക്രോവേവ് സ്പന്ദനങ്ങൾ ഭൂമിയിലേക്ക് അയച്ച് തിരികെ സ്വീകരിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സെൻസറുകളോ ആണ് ഉണ്ടാകാറുള്ളത്. സാധാരണ ക്യാമറകൾക്ക് ഇന്ത്യയെ പലപ്പോഴും മൂടുന്ന കാലവർഷ മേഘങ്ങളെ തുളച്ചു കാണാൻ കഴിയില്ല എന്നതാണ് പ്രധാന പ്രശ്നം. എന്നാൽ സാർ ചിത്രങ്ങൾ എക്സ്റേ പോലെ തരിതരിപ്പുള്ളതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണ്. ഈ 2 സെൻസറുകളെയും 190 കിലോഗ്രാം ഭാരമുള്ള ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചുകൊണ്ടാണ് ദൃഷ്ടി ഇതിന് പരിഹാരം കാണുന്നത്. ഇത് 2 തരത്തിലുള്ള ഡാറ്റയും ഒരേ നിമിഷം തന്നെ പകർത്തുന്നു. ഇതിനെ സിൻക്രണസ് ക്യാപ്ചർ എന്ന് വിളിക്കുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ച് 2 ചിത്രങ്ങളെയും കൂട്ടിയിണക്കാൻ സഹായിക്കുന്നു. അതായത് റഡാർ ഉപയോഗിച്ച് കൊടുങ്കാറ്റിന്റെ ഇടയിലൂടെ കാണാനും ഒപ്റ്റിക്കൽ സെൻസർ ഉപയോഗിച്ച് ദൃശ്യപരമായ വ്യക്തത നൽകാനും ഇതിന് സാധിക്കും. സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ച ഈ ഉപഗ്രഹം കൃഷിമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് മഴക്കാലത്ത് വിളകൾ നിരീക്ഷിക്കാനും കാഴ്ചപരിമിതി കുറവായ സമയത്ത് വെള്ളപ്പൊക്കം കൃത്യമായി മനസ്സിലാക്കി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താനും സഹായിക്കും. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾ ആഗോള നവീകരണത്തിന് നേതൃത്വം നൽകുന്ന
സ്പേസ് 2.0 എന്ന ഘട്ടത്തിലേക്കുള്ള മാറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. നൂറുകണക്കിന് കിലോമീറ്റർ അകലെ ബഹിരാകാശത്തിരുന്ന് കനത്ത മേഘങ്ങൾക്കിപ്പുറവും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഭൂമിയിലെ അദൃശ്യമായ മറ്റേതൊക്കെ ശക്തികളെയായിരിക്കും നമ്മൾ ഇനി മാപ്പ് ചെയ്യാൻ പോകുന്നത്? വായുവിൽ നിന്ന് താപം നിർമ്മിക്കുന്ന അത്ഭുത യന്ത്രം. തീയില്ലാതെ വെള്ളം തിളപ്പിക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വൻകിട വ്യവസായങ്ങൾ ഗ്രീൻ ഹൈഡ്രജനായി കാത്തിരിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഹിറ്റ് പമ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫാക്ടറികളിൽ നിശബ്ദമായ ഒരു വിപ്ലവം നടക്കുകയാണ്. നിലവിൽ ഇന്ത്യയിലെ വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് MSME അഥവാ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രാജ്യത്തിന്റെ ഊർജത്തിന്റെ പകുതിയോളം ഉപയോഗിക്കുന്നുണ്ട്. തുണിത്തരങ്ങളും ഭക്ഷണവും നിർമ്മിക്കുന്നതിനുള്ള പ്രോസസ് ഹീറ്റ് ഉണ്ടാക്കാൻ മിക്കവാറും കൽക്കരിയും എണ്ണയും കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജ്വലനം വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ പുറത്തുവിടുന്നു. ഇത് ഭൂമിക്കും തൊഴിലാളികളുടെ ആരോഗ്യത്തിനും ദോഷകരമാണ്. എന്നാൽ ഇവിടെയാണ് തന്ത്രം. താപം സൃഷ്ടിക്കാൻ ഇന്ധനം കത്തിക്കുന്നതിന് പകരം ഈ പമ്പുകൾ വൈദ്യുതി ഉപയോഗിച്ച് പരിസരത്തിലുള്ള താപത്തെ നീക്കം ചെയ്യുകയും അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ രഹസ്യം കോഫിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അഥവാ COP ആണ്. ഒരു സാധാരണ ഹീറ്റർ ഒരു യൂണിറ്റ് വൈദ്യുതി നിരക്ക് ഒരു യൂണിറ്റ് താപം നൽകുമ്പോൾ ഈ പമ്പുകൾക്ക് 3 മുതൽ 5 വരെ COP ഉണ്ട്. അതായത് അവ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ 5 മടങ്ങ് വരെ താപം നൽകുന്നു. കുറഞ്ഞ താപനിലയിലുള്ള ജോലികൾക്കായി ഉയർന്ന താപനിലയിലുള്ള നീരാവി ഉൽപ്പാദിപ്പിക്കുന്ന പഴയതും കാര്യക്ഷമവുമല്ലാത്തതുമായ ബോയിലറുകളിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. ഈ യന്ത്രങ്ങൾക്ക് ഒരേ സമയം ചൂടാക്കാനും തണുപ്പിക്കാനും കഴിയും. അതായത് കഴുകാൻ ചൂടുവെള്ളവും സംഭരണത്തിനായി തണുത്ത വായുവും ഒരേ സമയം നൽകുന്നു. ഈ മോഡുലാർ ഇലക്ട്രിക് സിസ്റ്റത്തിലേക്ക് മാറുന്നതിലൂടെ നമുക്ക് ഊർജ ഉപഭോഗം 60% കുറയ്ക്കാനും വായു മലിനീകരണത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാനും കഴിയും. ഭൗതിക ശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് ഇത്ര കാര്യക്ഷമമായി താപം കൈമാറാൻ കഴിയുമെങ്കിൽ നമ്മുടെ ദൈനംദിന ഉൽപ്പന്നങ്ങൾക്കായി ഇനി ഒരിക്കലും ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കിഴക്കിന്റെ ജീവനാടി തീസ്ത തർക്കം മനസ്സിലാക്കാം. ഹിമാലയത്തിലെ മഞ്ഞുപാളികളിൽ നിന്ന് ഉത്ഭവിച്ച് സിക്കിമിലെയും പശ്ചിമ ബംഗാളിലെയും പച്ചപ്പിലൂടെ ഒഴുകി ഒടുവിൽ ബംഗ്ലാദേശിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു നദിയെക്കുറിച്ച് ചിന്തിക്കുക. ഇതാണ് തീസ്ത. ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന 4ാമത്തെ വലിയ അന്തർദേശീയ നദി. ഒന്നിലധികം രാജ്യങ്ങളുടെ അതിർത്തികളിലൂടെ ഒഴുകുന്ന ജലസ്രോതസ്സുകളെയാണ് അന്തർദേശീയ നദികൾ എന്ന് വിളിക്കുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ പരിപാലനം ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട ഉത്തരവാദിത്തമാണ്. ഒരു ജലപങ്കാളിത്ത കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായതോടെയാണ് ഈ നദി ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനിപ്പോൾ പ്രസക്തിയേറുന്നത്? കാരണം ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള വരൾച്ച കാലയളവിൽ നദിയിലെ ജലനിരപ്പ് സ്വാഭാവികമായി താഴുമ്പോൾ ഓരോ വശത്തിലും എത്രമാത്രം വെള്ളം ലഭിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം വർഷങ്ങളായി ഈ കരാർ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇരുവശത്തുമുള്ള ദശലക്ഷക്കണക്കിന് കർഷകർക്ക്, പ്രത്യേകിച്ച് ബോറോ നെല്ല് പോലുള്ള വിളകളുടെ ജലസേചനത്തിന് ഈ നദി ഒരു ജീവനാഡിയാണ്. 2011 വെള്ളം വീതിക്കുന്നതിനായി ഒരു പ്രാഥമിക ധാരണ രൂപീകരിച്ചിരുന്നെങ്കിലും അത് രേഖകളിൽ മാത്രം ഒതുങ്ങി. 1996 2026 കാലയളവിലെ ഗംഗാജല കരാർ പൂർത്തിയാകുന്നതിനുള്ള സമയപരിധി അടുക്കുന്ന സാഹചര്യത്തിൽ തീസ്ത പ്രശ്നം പരിഹരിക്കുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്ക് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. കൃഷിക്കപ്പുറം ഇതിന് വലിയൊരു ഭൗമരാഷ്ട്രീയ വശമുണ്ട്. ഭൂമിശാസ്ത്രപരവും അന്താരാഷ്ട്ര രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രളയം തടയുന്നതിനായി റിസർവോയറുകൾ നിർമ്മിക്കുന്നതും നദീതടം ആഴം കൂട്ടുന്നതും ഉൾപ്പെടുന്ന ഒരു സമഗ്ര മാനേജ്മെന്റ് ആൻഡ് റെപ്രസെന്റേഷൻ പ്രൊജക്ട് നിലവിലുണ്ട്. നദിയുടെ തീരത്തുള്ള രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഇതിലെ പ്രധാന കക്ഷികളെങ്കിലും ചൈനയെ പോലുള്ള മറ്റ് അയൽ രാജ്യങ്ങളും ഈ പദ്ധതികൾക്ക് ധനസഹായം നൽകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സിലഗുരി കോറിഡോറിന് തൊട്ടടുത്തുകൂടിയാണ് തീസ്ത ഒഴുകുന്നത് എന്നതിനാൽ ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമ ബംഗാളിലെ പ്രാദേശിക കർഷകരുടെ ആവശ്യങ്ങളും ഒരു നല്ല അയൽക്കാരൻ എന്ന നിലയിലുള്ള നയതന്ത്രപരമായ ഉത്തരവാദിത്തങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഹൈഡ്രോ പൊളിറ്റിക്സ് എന്ന സങ്കീർണമായ കടങ്കഥയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഹിമാലയൻ മഞ്ഞുപാളികൾ പ്രവചനാതീതമായ നിരക്കിൽ ഉരുകുന്നതിനാൽ തീസ്തയിലെ ജലത്തിന്റെ അളവ് ഇപ്പോൾ സ്ഥിരമല്ല.
ഇത് കൃത്യമായി ഒരു പങ്കുവെക്കൽ ഫോർമുല ഉണ്ടാക്കുന്നത് കൂടുതൽ പ്രയാസകരമാക്കുന്നു. ആഗോള താപനം കാരണം ഓരോ വർഷവും ജലനിരപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ പതിറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഒരു നീതിയുക്തമായ നിയമം എങ്ങനെ നിർമ്മിക്കാൻ കഴിയും? നിങ്ങളുടെ കുടുംബത്തിന്റെ കഠിനാധ്വാനത്തിലൂടെയുള്ള പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ മുത്തശ്ശന്മാരോ മാതാപിതാക്കളോ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ബാങ്കിൽ പണം സമ്പാദിച്ചു വെച്ചുവെന്നും എന്നാൽ അത് ആരെയും അറിയിച്ചില്ലെന്നും കരുതുക. വർഷങ്ങൾക്ക് ശേഷവും ആ പണം അവിടെ തന്നെയുണ്ട്. പക്ഷേ കുടുംബത്തിൽ ആർക്കും അതിന്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയില്ല. ഇതൊരു കഥ മാത്രമല്ല, നിലവിൽ ഇന്ത്യയിലെ ഒരു വലിയ പ്രശ്നമാണിത്. ഇന്ത്യയിലെ ബാങ്കുകളിൽ 60,000 കോടിയിലധികം രൂപ ആരും അവകാശവാദം ഉന്നയിക്കാതെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്നത്. സുജേത ദലാൽ എന്ന മാധ്യമ പ്രവർത്തകയാണ് ഈ ഹർജി നൽകിയത്. ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചോ ഇൻഷുറൻസിനെ കുറിച്ചോ കുടുംബാംഗങ്ങളോട് പറയാതെ മരിക്കുമ്പോൾ ആ പണം ക്രമേണ സർക്കാർ നിയന്ത്രിക്കുന്ന ഫണ്ടുകളിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് അവർ ശ്രദ്ധിച്ചു. ഇത് യഥാർത്ഥ അവകാശികൾക്ക് പണം കണ്ടെത്താനോ അവകാശവാദം ഉന്നയിക്കാനോ അസാധ്യമാകുന്നു. ഇത് പരിഹരിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UDGAM പോർട്ടൽ എന്ന പേരിൽ വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്നാണ് UDGAM എന്നതിന്റെ പൂർണ്ണരൂപം. നഷ്ടപ്പെട്ട പണം കണ്ടെത്തുന്നതിനുള്ള ഒരു വലിയ സെർച്ച് എഞ്ചിനായി ഇതിനെ കണക്കാക്കാം. ഒരു നിശ്ചിത പേരിലുള്ള അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ ഒരേ സമയം ഒന്നിലധികം ബാങ്കുകളിൽ തിരിയാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. എന്താണ് ഈ അവകാശികളില്ലാത്ത നിക്ഷേപം? ലളിതമായി പറഞ്ഞാൽ, ഒരു ബാങ്ക് അക്കൗണ്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റോ 10 വർഷത്തേക്ക് ഉപയോഗിക്കുകയോ ഇടപാടുകൾ നടത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് അതിനെ അവകാശികളില്ലാത്തതായി രേഖപ്പെടുത്തുന്നു. പിന്നീട് അവർ ഈ പണം DEAF അഥവാ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്ന പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റുന്നു. ഈ പണം സാമ്പത്തിക സാക്ഷരതയ്ക്കായി സർക്കാർ ഉപയോഗിക്കുമെങ്കിലും പണം യഥാർത്ഥ ഉടമയ്ക്കോ അവരുടെ കുടുംബത്തിനോ ഉള്ളതാണ്. നിലവിൽ 30ഓളം പ്രമുഖ ബാങ്കുകൾ ഈ പോർട്ടലിന്റെ ഭാഗമാണ്. ഇത് ഏകദേശം 90% നഷ്ടപ്പെട്ട ഫണ്ടുകളെയും ഉൾക്കൊള്ളുന്നു. എങ്കിലും ഇതിലൊരു തടസ്സമുണ്ട്. പണം കണ്ടെത്താൻ ഈ പോർട്ടൽ സഹായിക്കുമെങ്കിലും അത് നിങ്ങൾക്ക് നേരിട്ട് നൽകില്ല. പണം ലഭിക്കുന്നതിനായി മരണ സർട്ടിഫിക്കറ്റോ നിയമപരമായ അവകാശ രേഖകളോ സഹിതം നിങ്ങൾ ബന്ധപ്പെട്ട ബാങ്കിനെ സമീപിക്കേണ്ടതുണ്ട്. കൂടാതെ നിലവിൽ പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ഇൻഷുറൻസ് പോളിസികൾ, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ ഈ ഏകീകൃത തിരയലിന്റെ ഭാഗമായിട്ടില്ല. ഒരു വ്യത്യസ്ത സാമ്പത്തിക ആസ്തികളെയെല്ലാം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ സുപ്രീം കോടതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിവരമില്ലായ്മ കാരണം ഒരു കുടുംബത്തിനും അവരുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കും. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ എല്ലാവർക്കും കൂടുതൽ സുതാര്യവും സൗഹൃദപരവുമാക്കുന്നതിനുള്ള വലിയൊരു ചുവടുവെപ്പാണിത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രഹസ്യ അക്കൗണ്ട് നിങ്ങൾ കണ്ടെത്തിയാൽ തിരികെ ലഭിച്ച ആ പണം കൊണ്ട് നിങ്ങൾ ആദ്യം എന്തു ചെയ്യും? ഒരു പദാർത്ഥത്തിന് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ സൈക്കിൾ ഫ്രെയിമിന് തനിയെ ദൃഢത കൂടാനും കുണ്ടും കുഴിയുമുള്ള റോഡിൽ അത് മൃദുവാകാനും പഠിക്കാൻ കഴിഞ്ഞാലോ? സാധാരണയായി നിങ്ങളുടെ പേശികളോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന് നേരെ വളയുന്ന സസ്യങ്ങളോ പോലുള്ള ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയൂ. ഇതിനെയാണ് ജൈവികമായ അനുകൂലനം എന്ന് വിളിക്കുന്നത്. ഒരു സ്റ്റീൽ ബാർ പോലെയുള്ള നിർജീവ വസ്തുക്കൾക്ക് സാധാരണയായി ഫാക്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ആന്തരിക ഘടന മാറ്റാൻ കഴിയില്ല. എന്നാൽ യൂറോപ്പിലെ ഗവേഷകർ നേച്ചർ ഫിസിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലൂടെ ഭൗതിക ശാസ്ത്രത്തിലെ ഈ അടിസ്ഥാന നിയമത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. രാസഘടനയേക്കാൾ ഉപരിയായി അതിന്റെ ഭൗതികമായ ക്രമീകരണത്തിലൂടെ പ്രത്യേക ഗുണങ്ങൾ ലഭിക്കുന്ന മെറ്റാമെറ്റീരിയൽ എന്നൊരു സിന്തറ്റിക് പദാർത്ഥം അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുറ്റുപാടുകൾക്കനുസരിച്ച് സ്വന്തം രൂപം മാറ്റാനും കാര്യങ്ങൾ പഠിക്കാനും ഈ പദാർത്ഥത്തിന് കഴിയും. ഒരു മോട്ടോർ സെൻസർ, മൈക്രോ കൺട്രോൾ എന്നിവ അടങ്ങിയ യൂണിറ്റുകൾ ചേർത്താണ് ഈ റോബോട്ടിക് ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓരോ ഭാഗത്തെയും തൊട്ടടുത്ത ഭാഗവുമായി സംവദിക്കാൻ അനുവദിക്കുന്നു. കോൺട്രാസ്റ്റീവ് ലേണിംഗ് എന്ന പ്രക്രിയയിലൂടെ ഈ പദാർത്ഥം അതിന്റെ നിലവിലെ അവസ്ഥയെയും അത് മാറേണ്ട അവസ്ഥയെയും തമ്മിൽ താരതമ്യം ചെയ്യുകയും ആ മാറ്റം കൈവരിക്കാനായി സ്വന്തം കാഠിന്യം ക്രമീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിനെ പോലെ ഒരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനത്തിന് പകരം ഓരോ ഭാഗവും സ്വന്തമായി തീരുമാനമെടുക്കുന്ന ലോക്കൽ ഡിസിഷൻ മേക്കിംഗ് രീതിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനാലാണ് ഇത് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്.
പരീക്ഷണങ്ങളിൽ ഈ ചെയിനുകൾ ലേൺ എന്ന വാക്ക് എഴുതാൻ പഠിക്കുകയും കേവലം ഊർജത്തിന് പകരം ഭൗതികമായി പ്രവൃത്തി കുറച്ചുകൊണ്ട് വസ്തുക്കളെ മുറുകെ പിടിക്കുന്നത് പോലുള്ള റിഫ്ലക്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. നിലവിൽ ഇതിനായി വലിയ മോട്ടോറുകൾ ആവശ്യമാണെങ്കിലും ലളിതമായ ജീവികളെ പോലെ പ്രവർത്തിക്കുന്ന കൃത്രിമ അവയവങ്ങൾക്കും സോഫ്റ്റ് റോബോട്ടിക്സിനും ഈ കണ്ടെത്തൽ വഴി തുറക്കുന്നു. പ്ലാസ്റ്റിക് ലോഹവും ചേർത്തൊരു ലളിതമായി ചെയിനെ ചിന്തിക്കാനും രൂപങ്ങൾ ഓർത്തെടുക്കാനും പഠിപ്പിക്കാമെങ്കിൽ ഭൗതിക ലോകത്തെ ബുദ്ധിശക്തിയുടെ യഥാർത്ഥ നിർവചനത്തെക്കുറിച്ച് അത് നമുക്ക് എന്ത് സൂചനയാണ് നൽകുന്നത്?